How are you all? We are fine. Okay, Good afternoon, sir. Good afternoon. Good afternoon. Let's now. How are you? Very How are you, sir? fine. Fine, fine, fine. Hope you are also fine now. Did you have your lunch and so on? ചോറൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും? ചോറ് കഴിച്ചാ? Yes, ഇപ്പം കഴിച്ചതേ ഇല്ല. ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. 4 മണിയായപ്പോഴാണ് ചോറ് കഴിക്കുന്നത്. ഞാൻ ഇപ്പം കഴിച്ചതേ ഇല്ല. ഓക്കെ, അപ്പം ഞാൻ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ ഗ്രൂപ്പിൽ? അതെല്ലാവരും എഴുതി കാണും. ഓക്കെ, നൗ that lesson is over, I think. ഞാൻ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? പേജ് നമ്പർ 15, ടേക്ക് പേജ് നമ്പർ 15 എല്ലാവരും. അതിൽ തേർഡ് വൺ, കമ്പാരേറ്റീവ് ഡിഗ്രി. ഹെയർ ഈസ് ബ്ലാക്ക്, കോൾ ഈസ് ബ്ലാക്കർ. ബ്ലാക്കർ ഈസ് കറക്റ്റ്. ഓക്കെ, ബ്ലാക്കർ. ആഡ് ER ചേർത്താൽ മതി, ബ്ലാക്കർ. Now turn to the next page, we will complete that. When we compare more than two things, we use the superlative degree. രണ്ടിലധികം തിങ്സ്, സാധനങ്ങൾ ഉണ്ടെങ്കിൽ, വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതാ ഉപയോഗിക്കുക? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കും. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരേറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കും. ഓക്കെ, സോ സപ്പോസ് ഇവിടെ ഒരെണ്ണമുണ്ട്, ലോങ് കാവേരി. റിവർ കാവേരി ഈസ് ലോങ്, റിവർ ഗംഗ ഈസ് ലോങ്ങർ. ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്. ഈ തേർഡ് ഫോമിന്റെ കൂടെ, സൂപ്പർലേറ്റീവ് ഫോമിന്റെ കൂടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? എസ്റ്റ്, EST എന്ന എസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ലോങ്ങസ്റ്റ്, സ്മോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മാർട്ടസ്റ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? എല്ലാത്തിലും അല്ല, ചിലതില് മോർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ എഴുതുന്നില്ലായിരുന്നോ? അതിന് ഇതിന് പകരം മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് വണ്ടർഫുൾ, മോസ്റ്റ് എക്സ്പെൻസീവ്. ഡു യു ഫോളോ മീ? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? യാ, ദാറ്റ്സ് ഇറ്റ്. ആകെ 4 പേരേ ഉള്ളൂ. ഹന്ന റോസ് ഈസ് കമ്മിങ് ബാക്ക് ആൻഡ് സോ 5. ഇന്നത്തെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നെറ്റ് പ്രശ്നം വരുന്നതാണോ? കുറെ പേരെ കാണുന്നില്ലല്ലോ. രാവിലെ കുറെ പേരുണ്ടായിരുന്നല്ലോ, ഇല്ലേ? രാവിലെ 10 പേരുണ്ടായിരുന്നു, ഇപ്പൊ ആകെ 5 പേര്. ടോട്ടൽ 21 പേരുണ്ട്, അതിലാണ് ഈ 5 പേര് വന്നിരിക്കുന്നത്. ഷെയിംഫുൾ അല്ലേ? യാ, നമുക്ക് ഞാൻ ഒന്നോടെ ഒന്ന് പേര് വിളിക്കാം. അതില് നോക്കണം. ഏബൽ ബിനോയ് ഇല്ല, ആകെ 4 പേര്, 5ആയി, 6ആയി. ഓക്കെ, ജോസി ഉണ്ട്, ജോസി ജോസഫ്. പിന്നെ ഉള്ളത് അതുൽ VK. പിന്നെ മുഹമ്മദ് K ഉണ്ട്. ഹന്ന റോസ് ഉണ്ട്. പിന്നെ മുഹമ്മദ് K, അതുൽ KV പറഞ്ഞു. ലക്ഷ്മി പ്രിയ, പിന്നെ റുവൈസ്. യെസ്, ആകെ ഇത്ര പേരെ വന്നുള്ളൂ. അപ്പൊ ഇന്ന് കുറെ പേരെ വിളിക്കാനുണ്ടല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു റിമെമ്പർ. ഇത്രയും പേരെ ഉള്ളൂ. അപ്പം ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഉറക്കക്ഷീണത്തിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എന്റെ വിശ്വാസം. ശരിയല്ലേ? അങ്ങനെ ആകാനല്ലേ വഴി? അതെ, അതിനാ വഴിയല്ലേ. രാവിലെ ഇത്രയും പേര് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഇത്രയും പേര് കുറവാന്ന് വരുമ്പോൾ മിക്കവാറും അത് തന്നെ, കറക്റ്റ്. മിക്കവാറും ചോറ് കഴിച്ചിട്ട് ഉറങ്ങുമായിരിക്കും.
അതെ, വീട്ടിൽ പോയി ഒരു ചൂരലും കൊണ്ട് പോയിട്ട് മിക്കവാറും ഉണർത്തേണ്ടി വരും. നോക്കാം. Okay, anyway, let's come back to our lesson. Example, no, see, when we compare more than two things, page number 16, page number 16 on the top. When we compare more than two things, we use superlative degree. We add est to the adjectives to form the superlative degree. To some longer adjectives, we add most before them. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ most expensive അങ്ങനെ. ഇനി examples. Manjari is the tallest girl in the class. See, tallest, est. Manjari is the tallest girl in the class. അതുപോലെ തന്നെ, this is the most delicious apple I have eaten. Most delicious. This is the most delicious apple I have ever eaten. Most delicious. മറ്റേത് tallest. Ready? Fill in the blanks with the superlative degrees of the adjectives from the brackets. This is the dash building in the town. Highest. Highest. Good. Highest. There you go. Right. You can write. HIGHEST. EST ചേർത്താ മതി. Highest. Everybody right? സാറേ HIGHEST. HIGHEST. Revise എഴുതിയോ? Did you write revise? Yes. Yes. Yes, I write, sir. Okay. Next one, second one. Priyanka is wearing the dash dress I have seen. Costliest. Costliest. Good. Costliest spelling change ഉണ്ട്. I will say the spelling. Costliest ആണ്. Spelling change ഉണ്ട്. Listen and write. COSTL അവിടെ വരെ സെയിം. COSTL Y മാറിയിട്ട് I ആകും. IEST. COSTLIEST. 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 Third one. The dash of them all. fairest. 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 വെറുതെ EST ചേർത്താ മതി. Fairest. ആരാ അവിടെ ഉറങ്ങുന്നത്? ലക്ഷ്മിപ്രിയയാണോ? Yes. Okay, next, fourth one. Gautam is the dash boy in the class. Strongest. അടുത്തത് ഞാൻ ഓരോരുത്തരോട് ചോദിക്കും, ചാടി പറയരുത്. Don't say, I will ask. Okay. Fifth one. Ramya is the dash girl in the school. Ramya is the dash girl in the school. Atul. Ramya is the dash girl in the school. Intelligent ആണ് word. അതൊന്ന് പറയാൻ പറ്റുമോ? ഇന്റലിജന്റ് ഇല്ല. മുഹമ്മദ് കെ പറയാൻ പറ്റുമോ എനിക്ക്? ഇന്റലിജന്റ് നോക്കാം. ലക്ഷ്മിപ്രിയ? More intelligent. അടുത്തെത്തി. ജോസി? Most intelligent. Sorry. അതെ, മോസ്റ്റ് ഇന്റലിജന്റ്. ഗുഡ്. മോസ്റ്റ് ഇന്റലിജന്റ്. മോർ ഇന്റലിജന്റ് അപ്പുറം കമ്പാരിറ്റീവിലാണ്. മോസ്റ്റ് ഇന്റലിജന്റ്. മോസ്റ്റ് ചേർത്താൽ മതി. MOST. മോസ്റ്റ്. MOST. മോസ്റ്റ്. പിന്നെ ഇന്റലിജന്റും. Seventh one. No. Sixth one. Supriya was judged the dash girl in the club. Supriya was judged the dash girl in the club. Beautiful ആണ്. ജോസി? Most beautiful. Good. Most beautiful. Most ചേർത്താൽ മതി. Same. Most beautiful. Did you finish the writing? Yeah.
Let's go to the seventh one. This is to be answered by Muhammad Ruwais. So I will read the question once again. This is the dash dish of all. This is the dash dish of all. Spicy is the word. Spiciest. Good. Spiciest. Spicy spelling change ഉണ്ട് മോളത്തെ പോലെ തന്നെ y മാറി I ആകും. SPICIEST. 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 Y അല്ല IEST. Ready. And the last of all, the dash student will win the race. Rashmi Priya, once again. The dash student will win the race. Fastest. Yeah, fastest. Fastest. EST ചേർത്താ മതി. Fastest. Are finished. Finish. Good. Next is a listening one. Let it be there. We don't mind that. We will take it if time is there. We will take it later. Without wasting any time, we are proceeding to the next lesson. Okay. Yes. Fourth Right. lesson, that is Mr. Rottenmeier has a hard day. Do you have any hard days? സാറേ ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. Okay, that's good. The interesting story. Stories are always interesting, no? So Miss Rottenmeier has a hard day, tough day, difficult day. So here, would you like to live in a city or a village? Where do you like to live? That's a question to you. Where do you like to live? In a village or in a city? ഓരോരുത്തരോട് ചോദിക്കാം. ജോസി, വില്ലേജ് ആണോ ഇഷ്ടം, ടൗൺ ആണോ ഓർ സിറ്റി ആണോ? ടൗൺ ഓർ സിറ്റി ഏതാ? വില്ലേജ്. അതുൽ? വില്ലേജ്. ലക്ഷ്മി? വില്ലേജ്. മുഹമ്മദ്? വില്ലേജ്. വില്ലേജ്. റുവൈസ്? അവനെ കാണുന്നില്ല. ഓക്കെ, ഏതായാലും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് മോസ്റ്റ് ഓഫ് us like to live in villages. Why? Because we like to, villages are good. Villages are calm and quiet. നമുക്ക് നല്ല ശുദ്ധവായു കിട്ടും. We get fresh air. We get calm and quiet atmosphere, not much sound pollution, no air pollution. We can wander around and we can play around. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. We can enjoy the nature. ഇഷ്ടംപോലെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വരുന്നുണ്ട്. Trees and shrubs, grass, everything is there. But in a city, you can't see all these things. It's very tough. തൊട്ടടുത്ത റൂമിൽ താമസിക്കുന്ന ആരാന്ന് പോലും ഒരു പക്ഷെ അറിയത്തുണ്ടാകില്ല. ഫ്ലാറ്റിലൊക്കെ ഒരു ഫ്ലാറ്റിൽ നിന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവരെ പോലും നമ്മൾ കാണാറില്ല, വർത്താനം പറയാറില്ല, സമയമില്ല. ബിസി വർക്ക്, എപ്പോഴും സൗണ്ട് ആയിരിക്കും. ഐദർ ദ സൗണ്ട് ഓഫ് വെഹിക്കിൾസ് ഓർ അതർ വെഹിക്കിൾസ് ലൈക്ക് ട്രെയിൻസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഫുൾ ടൈം സൗണ്ടും സൗണ്ട് പൊല്യൂഷൻ എല്ലാം ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അതൊന്നും ഹെൽത്തിന് ഗുഡ് അല്ല. റുവൈസ് കസേര വെച്ചിട്ട് അവിടെ പോയതാ, കാണുന്നില്ലല്ലോ. Okay, so now we see this passage is from Heidi by Johanna Spry. Heidi, a lively girl, little girl, is brought up in the land by the grandfather. Village. She likes to live in the country among the goats and the pine trees. But she is sent to the city to live with a family. She hates it because she is not close to nature in the city. Read on to find out what happens to Heidi in the city. We see here, when I ask the question, which one you like the most, or which where do you like to live, either a village or a സിറ്റി? വില്ലേജിലാണോ സിറ്റിയിലാണോ താമസിക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവരും 5 പേരും പറഞ്ഞത് വില്ലേജ് എന്നാണ്. നമ്മുടെ സ്റ്റോറിയിൽ നേരെ തിരിച്ച
എങ്ങനെ? സാറേ ഇത് കൊച്ചു ടിവിയിലെല്ലാം ഉണ്ട്. ടിവിയില് അതുണ്ട്, ഉള്ളതാ. അപ്പൊ കൊച്ചു ടി വി കാണുന്നവർക്കറിയാം. എന്നെ പോലെയുള്ള ഒരു കൊച്ചു ടി വി കാണുന്നില്ലല്ലോ. അതെ, ആരോട്? വോയിസിനോട് ചോദിച്ചായിരുന്നു. നീ അവിടെ കസേര മാത്രം വെച്ചിട്ട് എവിടെയാ പോയായിരുന്നു? അത് കഴിഞ്ഞിട്ട് നീ അവിടെ വില്ലേജ് എന്ന് പറയുന്നത് കേട്ടല്ലോ. ഇല്ലേ? ഇപ്പൊ ആരാ പറഞ്ഞേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടം വില്ലേജ് ആണോ സിറ്റി ആണോ? വില്ലേജ്. അപ്പൊ 5 പേരും വില്ലേജ് തന്നെ. എനിക്കും വില്ലേജ് തന്നെ. അപ്പൊ 6 പേർക്കും വില്ലേജ് തന്നെയാണ്. സോ again come back. See, this passage is from Heidi by Johanna Spyri. Johanna Spyri എന്ന കഥാകൃത്ത് എഴുതിയ ഹെയ്ദി എന്ന നോവലിന്റെ ഒരു ഭാഗമാണിത്. ഹെയ്ദി ഈസ് എ ലൈവ്ലി ഗേൾ. ലൈവ്ലി ഗേൾ മീൻസ് ആക്റ്റീവ് ഗേൾ. എപ്പോഴും ഭയങ്കര ഉഷാറാ. ഈസ് brought up in the mountains of Switzerland. സ്വിറ്റ്സർലാൻഡിന്റെ മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഹില്ലി ഏരിയാസിൽ. വേർ ഈസ് സ്വിറ്റ്സർലാൻഡ്? സ്വിറ്റ്സർലാൻഡ് എവിടെയാ? സ്വിറ്റ്സർലാൻഡ് ഏഷ്യ അല്ല, യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. യൂറോപ്പ്. ഓക്കെ, യൂറോപ്പിലെ. ഓക്കെ, കം ബാക്ക്. Her grandfather, Switzerland by her grandfather. She likes to live in the country among the gods and the pine trees here. കൺട്രി എന്ന് പറഞ്ഞാൽ വില്ലേജ് സൈഡിൽ, കൺട്രി സൈഡില്, വില്ലേജില് ഗോഡ്സിന്റെയും ആടുകളുടെയും ഒക്കെ കൂടെ, ആടുകളുടെയും പൈൻ മരങ്ങളുടെ ഒക്കെ കൂടെ താമസിക്കാൻ അവർക്ക് ഇഷ്ടം, നിങ്ങളെ പോലെ തന്നെ, അല്ലെ നമ്മളെ പോലെ തന്നെ. ബട്ട് ഷീ ഈസ് ഇൻ ടു ദ സിറ്റി ടു ലിവ് വിത്ത് എ ഫാമിലി. പക്ഷേ അവളെ സിറ്റിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാകുന്നില്ല എല്ലാവർക്കും? വെരി സിമ്പിൾ. ഓക്കെ. ഫാമിലി. ഷീ ഹേറ്റ്സ് ഇറ്റ് ബിക്കോസ് ഷീ ഈസ് നോട്ട് ക്ലോസ് ടു നേച്ചർ ഇൻ ദ സിറ്റി. സിറ്റിയിൽ നേച്ചറുമായിട്ട് അടുത്തല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, നല്ല കാര്യങ്ങൾ, ഈ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും സിറ്റിയിലില്ല. സിറ്റി നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതാണ്, അല്ലെന്നല്ല. പക്ഷേ അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ഒന്നും അവർക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. റീഡ് ഓൺ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻസ് ടു ഹെയ്ദി ഇൻ ദ സിറ്റി. ഹെയ്ദിക്ക് സിറ്റിയിൽ എന്ത് പറ്റി എന്ന് നോക്കാം. റെഡി? 2 paragraphs we will see today. First one, Heidi woke up early in the morning next morning. ഞാൻ എല്ലാവരെ കൊണ്ട് വായിപ്പിക്കും, 5 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് വായിപ്പിക്കും. ബി കെയർഫുൾ, എല്ലാം നോക്കിയിരിക്കണേ. Heidi woke up early in the next morning. Puzzled, she lay trying to think how she came to be in this huge white bed. Then all at once Heidi remembered that she was in a big city. Heidi woke up early in the next morning. Early the next morning, രാവിലെ എഴുന്നേറ്റു. At what time do you get up? നിങ്ങളൊക്കെ എത്ര മണിക്കാണ് സാധാരണ എഴുന്നേക്കാറ്? Five o'clock. 5 o'clock? അതിൽ റിവൈസ് ആണോ പറഞ്ഞ 5 o'clock? Yes. അതുൽ? 10 o'clock? കേൾക്കുന്നില്ല, സൗണ്ട് കേട്ടില്ല. ജോസി? 7 o'clock. 7 o'clock. ഓക്കെ. അതെ. ലക്ഷ്മി പ്രിയ? എത്ര മണിക്ക് എഴുന്നേക്കാറ്? കേട്ടില്ല. 7 o'clock. ഓക്കെ. മുഹമ്മദ് അവിടെ ഉണ്ടോ? 7. ഓക്കെ. എനിഹൗ, അപ്പോൾ Heidi woke up early in the next morning. Puzzled, she lay trying to think how she came to be in this huge white bed. ഈ വലിയ വൈറ്റ് ബെഡിൽ എങ്ങനെ വന്നു എന്ന് അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. Then all at once Heidi remembered that she was in a big city. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു, ഒരു വലിയ സിറ്റിയിലാണ് അവൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ഇന്നലെ കിടന്ന് ഉറങ്ങിയത്. Do you think Heidi likes to live in the city? No. No. Yeah.
She had to see the blue sky and feel the fresh spring air against her face, but the thick curtains drawn across the window shut those away. Just at that moment, there came a knock at the door. Breakfast is ready, announced the maid. നോക്കിയ ഫ്ലാറ്റിലെ ജീവിതമാണ്, സിറ്റിയിലെ ജീവിതമാണ്. എന്താ? ഷീ ഹാഡ് ടു സീ ദ ബ്ലൂ സ്കൈ, നീലാകാശം കാണണമായിരുന്നു. ആൻഡ് ഫീൽ ദ ഫ്രഷ് സ്പ്രിംഗ് എയർ അഗേൻസ്റ്റ് ഹെർ ഫേസ്, മുഖത്ത് വന്നടിക്കുന്ന നല്ല തണുത്ത കുളിരുള്ള കാറ്റ് അവൾക്ക് ഫീൽ ചെയ്യണമായിരുന്നു. ബട്ട് ദ തിക് കർട്ടൻസ് ഡ്രോൺ അക്രോസ് ദ വിൻഡോസ്, ഈ വിൻഡോയിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കർട്ടൻസ്, കട്ടി കൂടിയ കർട്ടൻ അതെല്ലാം മറച്ചു കളഞ്ഞു. Shut those away. Just at that moment there came a knock at the door. അന്നേരമാണ് ഡോറിൽ ഒരു നോക്ക് കേട്ടത്. Breakfast is ready, announced the maid. What did the maid announce? What did the maid announce? What did the maid announce? Breakfast is ready. Good. Breakfast is ready. ഇനി എന്ത് ചെയ്യണം? പോയി കഴിച്ചാൽ മതി. കൈ കഴുകുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കൈ കഴുകിയിട്ട് പോയി കഴിച്ചാൽ മതി എന്നാണ് മെയ്ഡ് പറഞ്ഞത്. ഓക്കെ, ഹൗ മെനി ടൈംസ് ഡു യു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഓർ ഈറ്റിംഗ് ടൈം? ബിഫോർ ഈറ്റിംഗ് കൈ കഴുകാറുണ്ടോ? ചോറുണ്ണതിനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാറില്ലേ? ഉണ്ട്. After eating also? Yes. Yeah, two times ആണ്. Okay. Heidi dressed quickly and went to the dining room. There Clara greeted her with a friendly smile. She dressed herself very fast, quickly, and she went to the dining room. There Clara greeted her with a friendly smile. Who greeted her? Who greeted Clara. her? Clara greeted her with a friendly smile. After breakfast, Miss Rottenmeier told Heidi to go to the library with Clara and wait for the tutor. After breakfast, after eating the breakfast or after taking the breakfast, Miss Rottenmeier told Heidi to go to the library with Clara and wait for the tutor. Tutor varum, പഠിപ്പിക്കാൻ ടീച്ചർ വരും, ട്യൂഷൻ എടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ. അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ലൈബ്രറി പോയിട്ട് ആരുടെ കൂടെ? ക്ലാരയുടെ കൂടെ. വിത്ത് ഹും? Clara. With Clara. When the tutor arrived, the two girls started studying. When the tutor came, the two girls started studying. Two girls. Who are the two girls? Clara. And Heidi. Clara and Heidi. Okay, രണ്ടുപേരും കൂടെ പഠിക്കാൻ തുടങ്ങി. Two girls started studying. Miss Rottenmeier soon heard a violent crash followed by shouts. Miss Rottenmeier heard a violent crash. നമുക്കറിയാം, ചിലപ്പോൾ പ്ലെയിൻ ഒക്കെ ക്രാഷ് ലാൻഡിംഗ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് അബൌട്ട് ക്രാഷ് ലാൻഡിംഗ്? Yes. Yeah. So that is crash landing. Crash landing. So that is what, with a sudden jerk and we rush to the ground to land in an emergency situation. That is what is called. Yeah, that is what is called crash landing. Okay, next. After breakfast, Miss Rottenmeier told Heidi to go to the library with Clara and wait for the tutor. When the tutor arrived, the two girls started studying. There, Miss Rottenmeier soon heard a violent crash followed by shouts. She rushed to the library, then stood horrified. What is horrified? Adi. Mohammed, what happened to your video? Video can do it. Is it net problem or?
So you have to switch on the video always. If there is a net issue also no problem, you keep it on. And some messages are also seen here. No need of such messages. ഇങ്ങനത്തെ മെസ്സേജുകൾ നമുക്കിപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വിടണ്ട. That is somewhat disturbance. Here is a message sent by Muhammad K and Muhammad Ruwais also. Such messages we no need to have it. Okay? ഇപ്പോൾ വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ മതി. Not now. Now it's time to study only. So you have to be very careful about that. Okay? And you have to be very attentive also. Now it is, she rushed to the library, then stood horrified. What is horrified? അടികൂടൽ. പേടിച്ച് പറഞ്ഞാല് ഞെട്ടി വിറച്ചാ ചെന്നത്. The table was overturned in the middle of the floor. The table was overturned. What is overturned? തല തിരിച്ച്, തലകുത്തി വെക്കുക. A stream of ink trickled slowly across the room. Slowly across the room, there came a stream of ink. ഇങ്ങനെ കുറച്ച് മഷി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. Trickled. Heidi was nowhere to be seen. ഹെയ്ദിയെ കാണാനുമില്ല. Then, what has happened? What has happened? Cried Miss Rottenmeier. എന്തു പറ്റി? Cried എന്ന് പറഞ്ഞാൽ ഇവിടെ കരഞ്ഞു എന്നാണോ അർത്ഥം? ഷൗട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അലറി ചോദിച്ചു. എന്തു പറ്റി? Cried Miss Rottenmeier. Everything is covered. Everything is covered with ink. It must be Heidi. ഇത് മുഴുവൻ മഷി പറ്റിയല്ലോ. ഹെയ്ദി ആയിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് ആര് പറഞ്ഞു? Miss Rottenmeier. Miss Rottenmeier പറഞ്ഞു. So that's enough for today. What you have to do is tomorrow you have to mark the date up to there. അവിടെ ഇന്നത്തെ ഡേറ്റ് എഴുതി വെച്ചേ 31 ജനുവരി 30. 31 അല്ല, 30/1 31 1 എന്നുള്ള ജനുവരി എന്നുള്ള 1. Ready? So what you have to do is study or read that lesson from the first to the last. We have taken that full page, 17th page total, 2 times, and get the sign of the parent. സാറേ അത് ഏതാ? സാറേ അത് വായിച്ചിട്ട് സാറിന്റെ പേഴ്സൺ നമ്പറിലേക്ക് അയച്ചു തരണം. അത് വായിച്ചിട്ട് അതിന്റെ കോപ്പി നിങ്ങളുടെ പേരും കൂടെ വേണേ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. Ready everybody? That's enough for now. Everybody has to be very alert and attentive in class. Next class onwards ഞാൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിരിക്കും. So you have to be very careful. Okay? We shall see in the next class. Until then, take care and see you later. Bye bye.